everyone. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പോർട്ടുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നമ്മൾ അഡ്രസ് ബസ്സുകളും പോർട്ടുകളും ക്ലോക്ക് സിഗ്നലുകളൊക്കെ പഠിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് 8051ൻ്റെ പിൻ ഡയഗ്രമാണ്. അപ്പോൾ നമുക്കറിയാം 8051 എന്ന് പറയുന്നത് എന്താണ്? ഒരു മൈക്രോ കൺട്രോളറാണ് അല്ലേ? അപ്പോൾ ഈ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു IC ചിപ്പ് രൂപത്തിലാണ് നമുക്ക് എന്തുണ്ടാവുക, വിസിബിളി ഒരു IC ചിപ്പായിരിക്കും, മൈക്രോ കൺട്രോളർ IC ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ 8051 ഏതാണോ IC എന്ന് വെച്ചാൽ അതിൻ്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. 8051 ആണോ, 8085 ആണോ, 8086 ആണോ, അങ്ങനെ ഏതാണോ മൈക്രോ കൺട്രോളർ ആണോ മൈക്രോ പ്രോസസ്സർ ആണോ എന്നുള്ളതിന് അതിൻ്റെ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം 8051 ആണോ ഏതാണ് IC എന്ന്. അപ്പോൾ ഓരോ ICക്കും നിശ്ചിതമായ പിന്നുകളുണ്ടാവും. അതിപ്പോൾ ഏത് IC ആണെങ്കിലും, ഗേറ്റ് ICകളാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ വേറെ എന്തെങ്കിലും ICകൾ, മൈക്രോ കൺട്രോളർ IC ആണെങ്കിലും വേറെ സർക്യൂട്ട് IC ആണെങ്കിലും എന്താണെങ്കിലും അതിനെന്താവും, ഒരു നിശ്ചിത സംഖ്യ എന്തുണ്ടാവും, പിന്നുകളുണ്ടാവും. അപ്പോൾ 805 മിക്കവാറും മൈക്രോ കൺട്രോളർ ഒക്കെ 40 പിൻസാണ്. അപ്പോൾ 8051 എന്താണ്, 40 പിന്നിൻ്റെ IC ആണ്. നമുക്ക് പഠിക്കാനുള്ളത് 8051 ആയതുകൊണ്ട് അതിൻ്റെ 40 പിൻസും ഓരോ പിന്നിൻ്റെയും എന്താണ്, ഓരോ പിന്നിൻ്റെയും ഫങ്ഷൻസ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം 40 പിന്ന് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആർക്കിടെക്ചറിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് വളരെ എന്ത് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്, ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ, ബുദ്ധിമുട്ടല്ല, നമുക്ക് ഇത് 40 പിന്ന് നമുക്ക് എങ്ങനെ മനസ്സിൽ നിൽക്കും എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാവും അല്ലേ? അപ്പോൾ അത് നമുക്ക് എന്താണ്, നമുക്ക് ആ പിൻ ഡയഗ്രം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും, ഇത് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കിയെടുക്കാനും പറ്റുന്ന രീതിയിലാണ് എന്തിട്ടുള്ളത്, ആ പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 8051ൻ്റെ പിൻ ഡയഗ്രാം എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് 8051ൻ്റെ പിൻ ഡയഗ്രമാണ്. അപ്പോൾ ഏതൊരു ICനെയും നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്, നമുക്ക് ഒരു മാർക്ക് ഉണ്ടാവും അല്ലേ? നമ്മൾ ഏത് ICക്കും നമ്മൾ, അതായത് ഇപ്പോൾ 40 പിന്ന് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 40 പിന്ന് 1 2 3 4 എന്ന് ഇവിടെ നിന്ന് എണ്ണി തുടങ്ങാം, ഇവിടെ നിന്ന് എണ്ണി തുടങ്ങാം, ഇവിടെ നിന്ന് എണ്ണി തുടങ്ങാം, ഇവിടെ നിന്ന് എണ്ണി തുടങ്ങാം അല്ലേ? 40 പിന്ന്. പക്ഷെ 40 പിന്ന് 4 സ്ഥലത്ത് നിന്ന് എണ്ണിയാലും ഓരോന്നിനും ഓരോ ഫങ്ഷനാണ് അല്ലേ? അപ്പോൾ ഇതിലിപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ഇവിടുന്നാണ് എണ്ണി തുടങ്ങുന്നത്, സാധാരണ ഇവിടുന്നാണ് എണ്ണി തുടങ്ങുന്നത് എന്ന് വിചാരിച്ചാൽ ഈ മൂന്നാമത്തെ പിന്ന് എന്ന് പറയുന്നത് P12 ആണ്. പക്ഷേ ഇതിൽ മൂന്നാമത്തെ പിന്ന് എന്ന് പറയുന്നത്, അപ്പം 3 എന്ന സംഖ്യ വരുന്നത് ഏതാണ്, AD1 ആണ്. ഇവിടുന്നാണെങ്കിൽ മൂന്നാമത്തെ പിന്ന് XTL2 ആണ്. ഇവിടുന്നാണെങ്കിൽ മൂന്നാമത്തെ പിന്ന് P22 ആണ്. അപ്പോൾ ഓരോന്നിനും ഡിഫറൻറ്റ് ഫങ്ഷൻസ് ആണ്, ഓരോന്നും ഓരോ പോലെയാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് എണ്ണി തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് IC പറയുന്നത് എന്നറിയണമെങ്കിൽ നമുക്കതിന് എന്ത് വേണം, ഒരു മാർക്കിംഗ് വേണം അല്ലേ? ആ മാർക്കിംഗ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ട് പിടിക്കുകയാണെങ്കിൽ മാർക്കിംഗ് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ICയുടെ നമ്പർ എണ്ണി തുടങ്ങുക. ഓക്കെ, അത് എല്ലാ ICക്കും അങ്ങോട്ട് തന്നെയാണ്. ഈവൻ പിന്നെ ആൻഡ് ഗേറ്റിൻ്റെ ഓർ ഗേറ്റിൻ്റെ ഒക്കെ IC ആണെങ്കിലും അതുപോലെ തന്നെ 8051ൻ്റെ IC ആണെങ്കിലും 8051ൻ്റെ ആയാലും 8085ൻ്റെ ആയാലും മൈക്രോ കൺട്രോളറുകൾ, മൈക്രോ പ്രോസസ്സറുകളുടെ IC ആയാലും അതുപോലെ സർക്യൂട്ടുകളുടെ IC ആയാലും എന്തായാലും നമ്മൾ എന്താണ്, ഫങ്ഷൻസ് 1 2 3 4 പിന്നിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് 1 എന്ന് എണ്ണി തുടങ്ങുന്നത് എവിടെ നിന്നാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും. എന്തിൻ്റെ, ആ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എണ്ണി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ICയുടെ ഫങ്ഷൻ അത് 40 പിന്നുള്ള IC ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എണ്ണി തുടങ്ങിയാൽ 1 2 ലെഫ്റ്റ് സൈഡിൽ നിന്ന് എണ്ണി തുടങ്ങി 1 2 3 4 മുതൽ 20 വരെ
ലെഫ്റ്റ് സൈഡിലായിരിക്കും. പിന്നെ നെക്സ്റ്റ് റൈറ്റ് സൈഡ് ബോട്ടത്തു നിന്നാണ് എണ്ണി തുടങ്ങുന്നത്. 21, 22 മുതൽ 40 വരെ എന്താണ് നമ്മൾ റൈറ്റ് സൈഡിലും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് രണ്ട് സൈഡിലും 20, 20 വെച്ചിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് എങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്ന് വരയ്ക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ 20 പിന്നും അപ്പുറത്തെ സൈഡിൽ 20 പിന്നും വരയ്ക്കുക. എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അടയാളപ്പെടുത്തി തുടങ്ങുക. 1, 2, 3, 4, 5, 6, 20 വരെ, 21, 22, 23, 24 മുതൽ 40 വരെ നമുക്ക് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ വരച്ച് കഴിഞ്ഞു, IC വരച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഓരോ പിന്നുകളും നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനിയാണ് അതിൻ്റെ എന്ത് മാർക്കിംഗ്, അതായത് ഓരോന്നിൻ്റെ ഫങ്ഷൻസ് മാർക്ക് ചെയ്യാൻ നമുക്കറിയണം. എന്നാലും ഇത് ജസ്റ്റ് വരച്ച് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഫങ്ഷൻസ് അറിയാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് സ്കോർ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ പറ്റില്ല. അപ്പോൾ അത് അറിയണം. അപ്പോൾ അതിന് സിമ്പിളായിട്ട് ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് 20ാമത്തെ പിന്നും 40ാമത്തെ പിന്നും. 20ാമത്തെ പിന്നെന്താണ്, ഗ്രൗണ്ടാണ്. 40ാമത്തെ പിന്നെന്താണ്, VCC ആണ്. അതായത് മൈക്രോ കൺട്രോളറിലേക്ക് ഒരു 5 വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്ലസ് ആണെന്ത്, പ്ലസ് VCC കൊടുക്കുന്നതാണ് എന്ത്, 40ാമത്തെ പിന്ന് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് എന്ന് പറയുന്നത് 20ാമത്തെ പിന്നിലുമാണ് നമ്മൾ എന്ത് കൊടുക്കുക. ഇത് രണ്ടും കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, IC വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ICയിലേക്കുള്ള പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഉള്ളത് എന്താ വിചാരിച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാണ്. നമ്മൾ ഇത് പറഞ്ഞു, ഏത് പോർട്ടുകളുടെ കാര്യം നമ്മൾ ബ്ലോക്ക് ഡയഗ്രാമിൽ പറഞ്ഞപ്പോഴും ഇൻപുട്ട് പോർട്ടുകൾ 3 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആർക്കിടെക്ചറുകളിലും നമ്മൾ എന്ത് പറഞ്ഞു, 4 പോർട്ടുകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പോർട്ടുകളെ കുറിച്ച് നമുക്കിനി എന്ത് ചെയ്യാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നെക്സ്റ്റ് സെക്ഷനിൽ എന്ത് ചെയ്യാണ്ട് IO പോർട്ടുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞത് 4 പോർട്ടുകൾ ഉണ്ട് എന്നാണ് അല്ലേ. ഏതാണ്, P0, P1, P2, P3. അപ്പോൾ ഈ 4 പോർട്ടുകൾ ആണ് നമുക്കുള്ളത്. ആ 4 പോർട്ടുകളും 8 ബിറ്റ് പോർട്ടുകളായതുകൊണ്ട് എല്ലാത്തിനും എന്തുണ്ടാവും, 8 ബിറ്റ് വർക്ക് ചെയ്യുന്നത് 8 പിന്നുകളിലാണ്. ഓക്കെ, അപ്പോൾ P0 എന്ന് പറഞ്ഞാൽ 0 മുതൽ 7 വരെ ഉണ്ടാവും. P1 0 മുതൽ 7 വരെ ഉണ്ടാവും. P2 0 മുതൽ 7 വരെ ഉണ്ടാവും. P3യും 0 മുതൽ 7 വരെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മൊത്തം 32 പിന്നുകൾ എന്താണ്, IO പോർട്ടിന് വേണ്ടിയിട്ട് പോകും. മനസ്സിലായോ? അപ്പം 40ൽ 32 പിന്ന് നമുക്ക് വരയ്ക്കാൻ സുഖമാണ്. എന്താണ്, 32 പിന്ന് P0 0 to 7, P1 0 to 7, P2 0 to 7, P4 0 to 7, 4 32 പിന്ന്. ഇതിൻ്റെ മുന്നേ നമ്മൾ 2 പിന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഏതാണ്, 20, 40, 34 പിന്നും പോയി. ഓക്കെ, 34 പിന്നും പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര പിന്നാണുള്ളത്, വെറും 6 പിന്നാണ് നമുക്കുള്ളത്. ഓക്കെ, അതെന്താ വെച്ചാൽ ഒന്ന് റീസെറ്റ് പിന്നാണ്, 2 എണ്ണം ക്ലോക്ക് സിഗ്നൽ കൊടുക്കാനുള്ള ഇതാണ്, പിന്നെ അവ 3 എണ്ണമായി. ബാക്കിയുള്ള 3 എണ്ണം എന്ന് പറയുന്നത് 29, 30, 31 PSEN, ALE ബാർ പ്രോഗ്രാം, EA ബാർ VPP.
അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു പോകുന്നുണ്ട്. അതായത് നമ്മൾ ഈ പിൻ ഡയഗ്രത്തിനെ എന്ത് മാത്രമല്ല, പിൻ ഡയഗ്രാം ഓൺലി ഡയഗ്രാം മാത്രം വരയ്ക്കുക എന്നുള്ളതല്ല, നമ്മളതിനെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ, നമ്മൾ എക്സാമിന് ചോദിക്കുകയാണ് ഡ്രോ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് വരക്കണം. പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ലെഫ്റ്റ് സൈഡിൽ 10 മുതൽ 17 വരെയുള്ള പിന്നുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലൊക്കെ എന്തുണ്ട്, എക്സ്റ്റേണൽ ഫങ്ഷൻ ഉണ്ട് അല്ലേ. അതുപോലെ P0ൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് പറയുന്നുണ്ട്, P2ൻ്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്നാലും നമുക്കത് വരയ്ക്കാൻ, അതായത് കാണാതെ പഠിച്ച് വരയ്ക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം, മനസ്സിലാക്കി പഠിച്ച് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്നുള്ളത് കൊണ്ട് നമ്മളത് മനസ്സിലാക്കാൻ എന്താണ്, ഡ്രോ എന്ന് പറഞ്ഞാലും നമുക്ക് എക്സാമിന് വരയ്ക്കാൻ കഴിയണം. പക്ഷേ അത് എങ്ങനെ വരയ്ക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺ നമ്പറുകൾ രണ്ടും ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഇതൊക്കെ ഒരു സൂത്രപ്പണിയാണ്, അതായത് സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഓഡ് നമ്പറുകൾ രണ്ടും എന്താണ്, ലെഫ്റ്റ് സൈഡിലാണ് വരച്ചിട്ടുള്ളത്, P1 ഉം P3. അതുപോലെ ഈവൻ നമ്പറായിട്ട് വരുന്നത് 0 ഈവൻ നമ്പറായിട്ട് വരില്ല എങ്കിൽ കൂടി 1ൻ്റെ മുന്നുള്ളതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, 0യും 2ഉം എന്താണ്, റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. നമുക്ക് എന്താണ് എന്ന് പറയാം. അപ്പോൾ അത് P1 P0 എന്ന് പറയുന്നത് പോർട്ട് 1 ആണ്. അതുപോലെ പോർട്ട് 3 എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫങ്ഷനും കൂടി ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, പോർട്ട് 3 എന്ന് പറയുന്നത്. പിന്നെ XTAL2 അതെന്താണ്, അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് നമ്മൾ വരയ്ക്കുമ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കാം. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വരച്ചു, ലെഫ്റ്റ് സൈഡിലുള്ള ഡയഗ്രാം വരച്ചു എന്ന് വിചാരിച്ചോ. നമ്മൾ ഇതാണ് ലെഫ്റ്റ് സൈഡായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 1 മുതൽ 7 വരെ ഉള്ളതിനെ, 8 വരെ ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 9 ഉള്ളത്, അവിടെ എന്ത് ചെയ്തു, അത് നമുക്കറിയില്ല. ആ 9നെ അവിടെ വിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അടുത്ത 8 എണ്ണത്തിന് വരച്ചു. അപ്പോൾ 8 8 16 പോയി. പിന്നെ അതിൻ്റെ ഇടയിലുള്ളത് ആരാണ്, 9 ആണ്. 9 എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് സുഖമാണ്, എന്താണ്, RST. അപ്പോൾ 16 1 17 ആയി. ഇനി 18 19 20 ഉള്ളത്. അപ്പോൾ ലാസ്റ്റത്തെ നമുക്കറിയാം ഗ്രൗണ്ട്. പിന്നെ എന്താണ്, 2 ക്ലോക്ക് സിഗ്നലും, XTAL1 XTAL2. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റി. P10 മുതൽ P17 വരെ, പിന്നെ റീസെറ്റ്. അത് കഴിഞ്ഞിട്ട് P30 മുതൽ P37 വരെ അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, 2 ക്ലോക്ക് സിഗ്നൽ, ഗ്രൗണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, വരയ്ക്കാൻ പറ്റി. ഇനി അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നമ്മൾ വരച്ചു. റൈറ്റ് സൈഡ് വരച്ചിട്ട് അടിയിൽ P2 ആണ്, അതായത് ഏറ്റവും വലുത് അടിയിലാണ് വരുന്നത്. ഓക്കെ, P3 അടിയിലാണ് വന്നുകൊണ്ട് P1, അതായത് P1 to P7 വരെ എന്ത് ചെയ്തു, നമ്മൾ 8 എണ്ണം വരച്ചു. പിന്നെ അടുത്തത് 3 എണ്ണം നമുക്കറിയില്ല, അതവിടെ വിട്ടു. പിന്നെന്താണ്, നേരെ ഓപ്പോസിറ്റാണ്. P0 എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, അതായത് P0 മുകളിൽ നിന്ന് അടി വരെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു, 7 മുതൽ എന്ത് വരെ, 0 വരെ നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, VCC, അത് നമുക്കറിയാം അല്ലേ, അതവിടെ നിന്നു. ഇനി അതിൻ്റെ ഇടയിലുള്ള ആരെ മാത്രമേ ഉള്ളൂ, വെറും 3 സിഗ്നലിനെ അറിയാനുള്ളൂ. കാരണം ഇപ്പുറത്തെ 3 നമുക്കറിയാം, RST XTAL1 XTAL2. ഇത് എക്സ്റ്റേണൽ ഫംഗ്ഷനുകളാണ്. ഒന്ന് PSEN എന്ന് ഫംഗ്ഷൻ എന്ന് പറയും, പ്രോഗ്രാം സ്റ്റാറ്റസ് എനേബിളിൻ്റെ ഫംഗ്ഷനാണ്. ALE അരിതമെറ്റിക് ലോജിക് അഡ്രസ് ലാച്ച് എനേബിളിൻ്റെ ആണ് എന്ത്, പ്രോഗ്രാം ഫംഗ്ഷനും യൂസ് ചെയ്യുന്നതാണ്. EA ബാർ VPP എന്ന് പറയുന്നത് എന്താണ്, എനേബിൾ അഡ്രസ്സിൻ്റെ ഇതാണ്. അപ്പോൾ അത് ആ VPP എന്താണ്, പ്രോഗ്രാമബിൾ. അതൊക്കെ ഓരോ എക്സ്റ്റേണൽ ഫങ്ഷൻസ് ആണ് ഇതിൻ്റെ. അപ്പോൾ ആ ഫങ്ഷൻസ് ഉള്ള 3 എണ്ണം 29 30 31, അത് മാത്രമേ നമുക്ക് എന്തുള്ളൂ, എക്സ്റ്റേണൽ എഴുതേണ്ടതുള്ളൂ. അപ്പോൾ ഇത്രയാണ് എന്ത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താ വിചാരിച്ചാൽ, നെക്സ്റ്റ് അറിയേണ്ടത് ആരാണ്, P3യുടെ ഓരോ ഫങ്ഷൻസ്. P3 0ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, 0ക്കും 1നും ഒരേ ഫംഗ്ഷൻ്റെ റിസീവിങ്ങും ട്രാൻസ്മിറ്റും ആണ്. എക്സ്റ്റേണൽ
ഇൻ്ററപ്റ്റിൻ്റെ എന്താണ് ഇൻപുട്ടും ഔട്ട്പുട്ടും, അതായത് റിസീവിങ്ങും ട്രാൻസ്മിറ്റും ആണ് എന്ത് RXT TXT എന്ന് പറയുന്നത്. പിന്നെ ഇൻ്ററപ്റ്റുകൾ 0-1, ടൈമർ 0-1, റീഡ് ആൻഡ് റൈറ്റ് ആൻഡ് റീഡ്, അത്രയേ ഉള്ളൂ. എക്സ്റ്റേണൽ ഫംഗ്ഷൻ്റെ എക്സ്റ്റേണൽ ഡാറ്റേൻ്റെ എന്ത് റിസീവ് ട്രാൻസ്മിറ്റ്. INTs ഇൻ്ററപ്റ്റ് എന്താ 0-1, ടൈമർ 0-1, എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റിൻ്റെ റൈറ്റ് റീഡ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, P3 8 കഴിഞ്ഞു. RXT TXT INT 0-1 INT 1 T0 T1 പിന്നെന്താ WR RD. പിന്നെ അടുത്ത രണ്ടെണ്ണം നമുക്കറിയാം സിമ്പിൾ, എന്താണ് XTAL XTAL1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് കാണാതെ തന്നെ നിങ്ങൾ പിന്നെ ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ തന്നെ വരയാൻ വരും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം 1 മുതൽ 8 വരെ എന്താണ് P0 മുതൽ P1, 0 മുതൽ P1 7 വരെ, അതിന് എക്സ്റ്റേണൽ ഫങ്ഷൻസ് ഒന്നുമില്ല. പിന്നെന്താണ് അടുത്തത് റീസെറ്റ്, ഒന്നാമത്തെ റീസെറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം P3 0 മുതൽ 1 വരെ, അത് 1 RXT, 2 TXT, പിന്നെ INT 0 INT 1 T0 T1 WR RD XTAL1 XTAL2 XTAL1 ഗ്രൗണ്ട്. പിന്നെ ഇനി നമുക്ക് മോളിൽ തന്നെ അല്ലെങ്കിൽ അടിയിൽ നിന്ന് മോളിൽ നിന്ന് എവിടെ നിന്ന് വരയ്ക്കാം, P2 0 മുതൽ P2 7 വരെ അല്ലേ. അത് കഴിഞ്ഞിട്ട് P2 7 വരെ, അതെന്താണ് അതിൻ്റെ ഇപ്പുറത്തുള്ള എക്സ്റ്റേണൽ ഫങ്ഷൻസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിനാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്. P2ൽ ബൈലാറ്ററൽ അല്ല, സിംഗിളാണ്. അതായത് അഡ്രസ് ബസ് മാത്രമാണ്, അഡ്രസ്സുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നത്, കടത്തിവിടുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ടുകൾ നമ്മൾക്ക് പോർട്ടുകളായിട്ട് യൂസ് ചെയ്യുന്നത് അഡ്രസ് ബസ്സുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇനി P0 എന്ന് പറഞ്ഞാൽ അഡ്രസ് ബാർ ഡാറ്റയാണ്. അതുകൊണ്ടാണ് P0 എന്ന് പറഞ്ഞതാണല്ലോ ഫസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അഡ്രസ്സും ഡാറ്റ ഉള്ളത് കൊണ്ട് AD എന്ന് കൊടുക്കും. AD0 മുതൽ AD7 വരെ. അപ്പോൾ A0 മുതൽ A7 വരെ P0യിൽ പോകുന്നു. പിന്നെ A8 മുതൽ A15 വരെ ഉള്ളത് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16 ബിറ്റാണെന്ന് നമുക്കറിയാം. ഡാറ്റ എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പോൾ 16 ബിറ്റ് ആവുകൊണ്ട് 0 മുതൽ 15 വരെ ഉണ്ട്. അതിൽ ആദ്യത്തെ 8 എവിടെ പോവും, P0യിൽ പോവും. പിന്നത്തെ 8 എവിടെ പോവും, P2യിൽ പോവും. ഡാറ്റയുടെ 0 മുതൽ 7 വരെ ഉള്ളത് ഏതിൽ പോവും, P0യിൽ പോവും അഡ്രസ്സിൻ്റെ ഒപ്പം. AD0 to AD7, അതിൽ A0 to A7 ഉണ്ട്, D0 to D7 ഉണ്ട്. ഓക്കെ, അഡ്രസ്സും ഉണ്ട്, ഡാറ്റയുണ്ട്. അഡ്രസ്സിൻ്റെ ബാക്കിയുള്ള 8 എന്ന് പറയുന്നത് P2ൽ 0 മുതൽ 7 വരെ, A8 to A15 വരെ. പിന്നെ അത് കഴിഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാറ്റസ് എനേബിൾ, അഡ്രസ് ലാച്ച് എനേബിൾ, പിന്നെ EA ബാർ VPP അല്ലേ. അപ്പോൾ ഈ 3 എന്ത് 29, 30, 31 ഉള്ളത്. ലാസ്റ്റത്തത് എന്താണുള്ളത്, BCC. അപ്പോൾ ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ വരയ്ക്കാനുള്ള എന്തെന്ന് പറയുന്നത് ഒരു ടിപ്പ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് എന്ത് ചെയ്യാം, വരച്ചെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ പിന്നുകളുടെയും ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പിൻസ് 1 to 8 എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം അല്ലേ. എന്താണ് പിൻ 1 to 8? പിൻ 1 to 8 ആർ ദ പോർട്ട് 1 പിൻസ് of 8051. Port 1 pins consist of 8-bit bilateral input-output port with internal pull-up resistors. In order, 8051 microcontroller doesn't serve any additional purpose but just 8-bit IO port. In some of the newer 8051 microcontrollers, few port 1 pins have dual functions. അതായത് പിന്ന് 1 മുതൽ 8 വരെ എന്ന് പറയുന്നത് എന്താണ്, പോർട്ട് 1 ആണ്. പോർട്ട് 1 എന്ന് പറഞ്ഞാൽ ഒരു 8 ബിറ്റ് ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ 2 ഫങ്ഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടാണ്. അതിന് എന്തുണ്ട്, ഇൻറ്റേർണൽ പുള്ളപ്പ് റെസിസ്റ്ററുകളും ഉണ്ട്. സാധാരണയായി 8051 മൈക്രോ കൺട്രോളറുകളിൽ ഒന്നും എന്ത് ചെയ്യാറില്ല, പോർട്ട് 1ന് എക്സ്റ്റേണൽ
അഡീഷണൽ പർപ്പസ് ഒന്നും എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. പക്ഷേ പുതുതായിട്ടുള്ള ചില മൈക്രോ കൺട്രോളറുകളിൽ, അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന പുതിയ മൈക്രോ കൺട്രോളറുകളിൽ എന്തുകൂടി കൊടുക്കുന്നുണ്ട്, നമ്മൾ ഡ്യുവൽ ഫങ്ഷൻസ് കൂടി കൊടുക്കുന്നുണ്ട്. അതായത് എക്സ്റ്റേണൽ ഫങ്ഷൻസ് ആണ്. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഏകദേശം കൊടുത്തു കഴിഞ്ഞു. അപ്പം അതിലില്ലാത്തത് ആർക്ക് മാത്രമാണ്? P1 മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ഫങ്ഷൻസ് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്, പുതിയതിന് കൊടുക്കുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പിൻ 9. 8 കഴിഞ്ഞു, 9ാമത് പിൻ. പിൻ 9 ഈസ് എ റീസെറ്റ് ഇൻപുട്ട് പിൻ. ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ഹൈ പിൻ. ഇഫ് ദ റീസെറ്റ് പിൻ ഈസ് ഹൈ ഫോർ മിനിമം ഓഫ് 2 മെഷീൻ സൈക്കിൾ, ദ മൈക്രോ കൺട്രോളർ വിൽ ബി റീസെറ്റ്. ഡ്യൂറിങ് ദിസ് ടൈം ദ മൈക്രോ കൺട്രോളർ മസ്റ്റ് ബി റണ്ണിങ്. അതായത് ഒരു 2 മെഷീൻ സൈക്കിൾ, എന്താണ് മെഷീൻ സൈക്കിൾ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അപ്പോൾ ഈ ഒരു 2 മെഷീൻ സൈക്കിളെങ്കിലും കഴിഞ്ഞാൽ എന്താവും എന്നാ പറയുന്നത്, റീസെറ്റ് ആവും. അതായത് റീസെറ്റ് ആവും എന്ന് പറഞ്ഞാൽ റീസെറ്റ് പിന്ന് 1 ആവുമ്പോഴാണ് എന്താവുന്നത്, മൈക്രോ കൺട്രോളർ റീസെറ്റ് ആവുന്നത്. മൈക്രോ കൺട്രോളർ റണ്ണിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അതെന്താവും, ഒരു 2 മെഷീൻ സൈക്കിളുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, റീസെറ്റ് പിന്ന് 1 ആവും. അപ്പോൾ മൈക്രോ കൺട്രോളർ എന്താവാനുള്ള സാധ്യത ഉണ്ട്, റീസെറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമ്മളൊരു ഓഫ് ചെയ്ത് മൈക്രോ കൺട്രോളറിൻ്റെ ഇതിനൊക്കെ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആക്റ്റീവ് ആവുന്ന അല്ലെങ്കിൽ എനേബിൾ ആവുന്ന പിന്ന് എന്ന് പറയുന്നത് ഏതാണ്, റീസെറ്റ് പിന്നാണ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ 10 to 17 പോർട്ട് 3 ആണ്. പോർട്ട് 3 പിൻസ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ. 10 to 17 from the port 3 pins. Port 3 also act as bilateral input-output port with internal pull-ups. Okay, all the port 3 pins have special functions. The following table gives the details of the additional functions of 3 pins. അതായത് പോർട്ട് 3ൻ്റെ പിന്ന് എന്ത് തന്നെയാണ്, ഇൻറ്റേർണൽ പുള്ളപ്പുകളുള്ള എന്ത് തന്നെയാണ്, ബൈലാട്രൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ തന്നെയാണ് എന്ത് പറയുന്നത്, പോർട്ട് 3 എന്ന് പറയുന്നത്. പക്ഷേ ഓരോ പിന്നുകൾക്കും എന്തുണ്ട്, സ്പെഷ്യൽ ഫങ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണ് ആ സ്പെഷ്യൽ ഫങ്ഷൻസ് എന്നുള്ളത് എന്തുണ്ട്, നെക്സ്റ്റ് ടേബിളിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ടേബിള് അല്ലേ. പോർട്ട് 3 പിൻ P3 0 ഉണ്ട്, P3 1 ഉണ്ട്, P3 2 ഉണ്ട്, P3 3 ഉണ്ട്, P3 4 5 6 7. ഒന്നാമത്തത് RxD TxD സീരിയൽ ഇൻപുട്ടാണ്, നമ്മൾ പറഞ്ഞു നേരത്തെ അല്ലേ. ഞാൻ എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റിൻ്റെയാണ് പറഞ്ഞതെന്നാണ് തോന്നുന്നത്, സീരിയൽ ഇൻപുട്ടിൻ്റെയാണ്. അതായത് സീരിയൽ ഇൻപുട്ട് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കണതിനാണ് എന്ത് ചെയ്യുന്നത്, RxD TxD. അതായത് സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഡാറ്റേനെ ഉള്ളിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മൈക്രോ കൺട്രോളറിനെ അപേക്ഷിച്ച് അതെന്താണ്, ഒരു ഇൻപുട്ട് ഇങ്ങോട്ട് കിട്ടുകയാണ്, അപ്പോൾ അതിനെ റിസീവ് ചെയ്യാണ്. അതുപോലെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ടിനെ മൈക്രോ കൺട്രോളർ എന്താ ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് RxD സീരിയൽ ഡാറ്റ റിസീവിങ്, സീരിയൽ ഡാറ്റ ട്രാൻസ്മിറ്റിംഗ് എന്ന് RxD TxD എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് 2ഉം 3ഉം ആണ്. അത് INT 0 INT 1. എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റുകൾ 2 ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. 0 ഉണ്ട്, 8 ബിറ്റ് 16 ബിറ്റാണ് എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ് ഉള്ളത്. അതിൽ 0 ഉണ്ട്, 1 ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ 8 ബിറ്റ് അവിടെ ഉണ്ടാവും, 8 ബിറ്റ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ് 0 ആണ് നമുക്ക് വേണ്ടത് എന്ന് വിചാരിച്ചാൽ ഏത്, INT 0 എന്താവും, ഹൈ ആവും. അല്ലെങ്കിൽ INT 1 എന്താവും, ഹൈ ആവും. ഓക്കെ, അതാണ് അടുത്ത 2. അതുപോലെ തന്നെ ഉള്ളതാണ് എന്ത്, ടൈമറും. ടൈമർ 1 ആണ് നമുക്ക് ആവശ്യമുള്ളത് വിചാരിച്ചാൽ T0 എന്താവും, എനേബിൾ ആവും. ടൈമർ 1 ആണ് നമുക്ക് വേണ്ടത് വിചാരിച്ചാൽ T1 എന്താവും, എനേബിൾ ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ WR എക്സ്റ്റേണൽ മെമ്മറി റൈറ്റും അടുത്തത് RD എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മെമ്മറി റീഡും ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ള എക്സ്റ്റേണൽ മെമ്മറി എന്നുള്ള സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അതിൽ റൈറ്റ് ചെയ്യുക. ഇനി എക്സ്റ്റേണൽ മെമ്മറിയിലുള്ള സാധനങ്ങളെ എന്ത് ചെയ്യണം, മൈക്രോ കൺട്രോളർ നമുക്ക് ആവശ്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, റീഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് 6 7 എന്ന് പറയുന്ന പിന്നുകളുടെ
P37 P36 എന്ന് പറയുന്ന പിന്നിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത് ആ സെക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 18-19 പിന്നുകളാണ്. പിൻസ് 18 and 19, XTAL2 and XTAL1 are the pins of connecting external oscillator. Generally a clock crystal oscillator connected here. അതായത് എക്സ്റ്റേണൽ ഓസിലേറ്റർ, അതായത് ക്ലോക്ക് പൾസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വഴിയാണ്, ഒരു എക്സ്റ്റേണൽ ഓസിലേറ്റർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലോക്ക് പൾസ് എന്തിലേക്ക് കൊടുക്കുന്നത്, 8051 മൈക്രോ കൺട്രോളറുകളിലേക്കായാലും കൊടുക്കുന്നത്. അപ്പോൾ ആ ഓസിലേറ്ററിൻ്റെ ടെർമിനൽ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്ലോക്ക് പൾസ് കൊടുക്കാൻ ആവശ്യമായ 2 പിന്നുകളാണ് എന്ത് 18-19 എന്ന് പറയുന്നത്. ജനറലി എ ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഈസ് കണക്റ്റഡ്. ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ രണ്ടിൻ്റെ XTAL2ൻ്റെയും XTAL1ൻ്റെയും ഇടയിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് 20ാമത്തെ പിന്നാണ്, അത് നമുക്ക് പറയാം. ഓക്കെ, അത് ഗ്രൗണ്ടാണ്. അത് പവർ സപ്ലൈയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 21-28 പോർട്ട് 2, 21 മുതൽ ബോട്ടത്ത് നിന്ന്, റൈറ്റ് സൈഡ് ബോട്ടത്ത് നിന്നുള്ള 21 മുതൽ 28 വരെ പിൻ. ദർ ആർ ദ പോർട്ട് 2 പിൻസ് ഓഫ് ദ 8051 മൈക്രോ കൺട്രോളർ. പോർട്ട് 2 ഈസ് ആൾസോ ബൈലാറ്ററൽ പോർട്ട്, അതായത് ആൾ ദ പോർട്ട് 2 പിൻസ് ആക്ട് ആസ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. When external memory is interfaced, port 2 pins act higher order address byte. Port 2 pins have internal pull-ups. അതായത് പോർട്ട് 0ൻ്റെയും പോർട്ട് 2ൻ്റെയും പോലെ ഉള്ള ഒരു ബൈലാറ്ററൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്, പോർട്ട് 2 എന്നും പറയുന്നത്. അത് ഇൻപുട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്, യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു എക്സ്റ്റേണൽ മെമ്മറി ഇൻ്റർഫേസ് ചെയ്യുകയാണെങ്കിൽ പോർട്ട് 2വിനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാം, അഡ്രസ് ബസ്സായിട്ട്, ഹയർ ഓർഡർ അഡ്രസ് ബസ്സായിട്ട് യൂസ് ചെയ്യാം. എന്താണ് ഹയർ ഓർഡർ അഡ്രസ് ബസ് എന്ന് പറയുന്നത്? ലോവർ ഓർഡർ അഡ്രസ് ബസ് വരുന്നത് എവിടെയാണ്? P0-ലായതുകൊണ്ട് ബാക്കിയുള്ള ഹയർ ഓർഡർ അഡ്രസ് ബൈറ്റ് 8 ബിറ്റ് അഡ്രസ് ബൈറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോർട്ട് 2നെ യൂസ് ചെയ്യാം. അതുകൊണ്ട് P0 to P21നെ നമുക്ക് എവിടെ നിന്ന് A8 മുതൽ A15 വരെ എന്ത് ചെയ്യാം, എക്സ്റ്റേണലായിട്ട് അഡ്രസ്സ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്നത് P29 ആണ്. പിൻ 29 PSEN ആണ്. പിൻ 30 ALE ആൻഡ് പ്രോഗ്രാമാണ്. അതായത് 29 ഈസ് ദ പ്രോഗ്രാം സ്റ്റോർ എനേബിൾ പിൻ. യൂസിങ് ദിസ് പിൻ എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറി ക്യാൻ ബി റീഡ്. അതായത് പ്രോഗ്രാം സ്റ്റോർ എനേബിൾ, അതായത് സ്റ്റോർ ചെയ്ത പ്രോഗ്രാമുകളിൽ സ്റ്റോർ ചെയ്ത ഫങ്ഷൻസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനേബിൾ ചെയ്താൽ PSEN എനേബിൾ ചെയ്താൽ എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറിയിലുള്ള സാധനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പുറത്ത് എക്സ്റ്റേണലായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച സാധനങ്ങളെ നമുക്ക് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് P29 എന്ത് ചെയ്യണം, എനേബിൾ ആവണം, PSEN എനേബിൾ ആവണം. പിൻ 30 ഈസ് ദ അഡ്രസ് ലാച്ച് എനേബിൾ പിൻ. യൂസിങ് ദിസ് പിൻസ് എക്സ്റ്റേണൽ അഡ്രസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ഡാറ്റ. All they are multiplexed by 8051. During flash programming, this pin act as program pulse unit. അതായത് പിൻ 30 എന്ന് പറയുന്നത് 2 ഫംഗ്ഷനാണുള്ളത്. ഹയർ ഫംഗ്ഷനിൽ അഡ്രസ് ലാച്ച് എനാബിളിൻ്റെ ഫംഗ്ഷനും, ലോവർ ആണെങ്കിൽ എന്താവും, പ്രോഗ്രാം ഫംഗ്ഷനുമാണ് ഉണ്ടാവുക. ALE ബാർ പ്രോഗ്രാം ബാർ ആണ് ഉണ്ടാവുക. അപ്പോൾ 1 ആണ് എന്നുണ്ടെങ്കിൽ അഡ്രസ് ലാച്ച് എനാബിൾ അത് മൾട്ടിപ്ലക്സ് ചെയ്തിട്ടുണ്ടാവും ഏത് 8051ആയിട്ട്. അല്ല 0 ആവുകയാണെങ്കിൽ ഫ്ലാഷ് പ്രോഗ്രാമിന് അതായത് എന്തായിട്ട് പ്രോഗ്രാം പൾസ് ഇൻപുട്ടായിട്ടാണ് എന്ത് ചെയ്യുക, അതെന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ഫംഗ്ഷൻ അതിനും ഉണ്ട്. ഏതിന് 29 ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ പ്രോഗ്രാം റീഡ് ചെയ്യാൻ. 30ക്കും 31നും 2 ഫംഗ്ഷൻ ഉണ്ട്. ALE VP പ്രോഗ്രാമിങ്ങും 30ക്കും. 31 എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അസസ് എനാബിൾ പിന്നാണ്.
അലോസ് എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറി, അതായത് പുറത്തുള്ള എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറീനെ നമുക്ക് അക്സസ് ചെയ്യണമെങ്കിൽ EA എന്താവണം, EA ബാർ VPP 1 ആവണം, അതായത് EA എനാബിൾ ആവണം. VPP എനാബിൾ ആവുക എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ എന്താണ്, കോഡ് ഫ്രം എക്സ്റ്റേണൽ മെമ്മറി ക്യാൻ ബി ഫെച്ച്ഡ് ഓൺലി ത്രൂ ദ പിൻ ഈസ് ലോ. നോർമൽ ഓപ്പറേഷൻ ദിസ് പിൻസ് ആർ പുട്സ് ഹൈ, അതായത് എക്സ്റ്റേണൽ എനാബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ ആയിരിക്കും. ഡ്യൂറിങ് ഫ്ലാഷ് പ്രോഗ്രാമിംഗ് പിൻ റിസീവ്സ് 12 വോൾട്ട് പ്രോഗ്രാമിംഗ് എനാബിംഗ് വോൾട്ടേജ്. അതായത് ഇനി അതെങ്ങാനും എന്താവാണ്, ഫ്ലാഷ് പ്രോഗ്രാമിംഗ് വരികയാണ് അല്ലെങ്കിൽ 0 ആവുകയാണെങ്കിൽ എന്താണ്, പ്രോഗ്രാമിംഗ് എനേബിൾ വോൾട്ടേജ് എന്താവും, സെറ്റ് ആവും. സാധാരണ നമ്മൾ അഡ്രസ് വെച്ച് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പിൻ 31 1 ആവാറാണ്. 1 ആയാൽ EA ആണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യിക്കുന്നത്, EA ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 32 മുതൽ 39 വരെയാണ്. അത് പോർട്ട് 0 പിൻസ് ആണ്. ദേ ആർ ആൾസോ ബൈലാറ്ററൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ബട്ട് വിത്തൗട്ട് എനി ഇൻറ്റേർണൽ പുള്ളപ്സ്. അതിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ പുള്ളപ്സ്, ഇൻറ്റേർണൽ പുള്ളപ്സ് എന്തില്ല, പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു പോർട്ട്, അതായത് അതിൻ്റെ വ്യത്യാസം ആണത്. 2 തരത്തിലുള്ള വ്യത്യാസമുണ്ട്. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താ ഒരു 31 മുതൽ 32 വരെ ഇങ്ങനെ നമ്മൾ അക്കങ്ങൾ എണ്ണി പോകുന്ന പോലെ തന്നെയാണ് അഡ്രസ്സ് ചെയ്ത് പോയത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്, അതായത് 39, 38, 37 എന്ന് പറഞ്ഞിട്ടാണ് 0, 1 എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു വരയ്ക്കുമ്പോഴുള്ളൊരു എന്താണ് വ്യത്യാസമാണ്. അതുപോലെ അതിൻ്റെ സ്വഭാവത്തിലുള്ളൊരു വ്യത്യാസമാണ് എന്താണ്, ഇൻറ്റേർണൽ പുള്ളപ്പുകൾ ഇല്ല എന്ന് പറയുന്നത്. ഹെൻസ് നീഡ് എക്സ്റ്റേണൽ പുള്ളപ്സ് ഓർഡർ ടു യൂസ് പോർട്ട് 0 പിൻസ് ആർ IO പോർട്ട്. അതായത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പോർട്ട് 0ൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ പുള്ളപ്പുകൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഇൻ അഡീഷൻ ടു ആക്ടിങ് IO പോർട്ട്, പോർട്ട് 0 ആക്ട് ആസ് ലോവർ ഓർഡർ അഡ്രസ് ബാർ ഡാറ്റാ ബസ്. അതായത് ലോവർ ഓർഡർ അഡ്രസ് ബസ്സും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഡാറ്റാ ബസ്സും കൂടി ചേർന്നതാണ് വെൻ എക്സ്റ്റേണൽ മെമ്മറി അസസ്. ഒരു എക്സ്റ്റേണൽ മെമ്മറി അസസ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യാണ്, ലോവർ ഓർഡർ അഡ്രസ് ബസ്സും അതുപോലെ തന്നെ 8-bit ഡാറ്റാ ബസ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ ഫംഗ്ഷനായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്, പോർട്ട് 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആരെയാണ്, പോർട്ട് പിൻസ് 40 ആൻഡ് പിൻ 20. പിൻ 40 is the power supply pin to which the supply voltage is given plus 5 volt. And pin 20 is the ground pin of the 8051 microcontroller. It represents 0 volt and it is connected to the negative terminal 0 volt of the power supply. അതായത് +5 വോൾട്ടാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യാൻ, മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ആ +5 എന്ന് പറയുന്ന +5 നമ്മൾ കൊടുക്കുന്നത് 40ാമത്തെ പിന്നിലും, ഗ്രൗണ്ട് എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആണ്. അപ്പോൾ ആ 0 വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് 20ാമത്തെ പിന്നിലും ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്, എന്താ പിൻ ഡയഗ്രവും അതിൻ്റെ എക്സ്പ്ലനേഷനും എന്ന് പറയുന്നത്. ഓക്കെ.